ഹായ് ഓൾ. ഇന്ന് ഞാൻ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മാർച്ച് മാസത്തിൽ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു റീഡിങ്ങാണ്. അപ്പം ഞാൻ ആദ്യം ഷഫിൾ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് റീഡിങ് തുടങ്ങാം. ബോട്ടം കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൻഡ്സ് ആണ്. ഒരു കാത്തിരിപ്പാണ്. നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ കാത്തിരിക്കാം, നിങ്ങളിലേക്ക് വരുന്നൊരു ജോലിയെ കാത്തിരിക്കാം, നിങ്ങളിലേക്ക് ഒരു പ്രണയബന്ധം അല്ലെ വിവാഹം, ഇതിനെല്ലാം ഒരു കാത്തിരിപ്പാണ്. അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു കാത്തിരിപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നുണ്ട്. അതിൻ്റേതായൊരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ പ്രണയബന്ധത്തിനുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലെ നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്, ഈ എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങളൊരു കാത്തിരിപ്പിൻ്റെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അത് നിങ്ങൾ ഉടനെ വരുമെന്നാണ് കാണുന്നത്. അതിൻ്റേതായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉടനെ ഉണ്ടാകുന്നതാണ് എന്നാണ് ഈ ഒരു കഥ കാണിക്കുന്നത്. നിങ്ങളെത്ര വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങളിലേക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങൾ ഇനി വരാൻ പോകുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. കാരണം നിങ്ങളിപ്പോൾ ദുഃഖത്തിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുഃഖമൊന്നും വേണ്ട, നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. അതായത് ഡിവൈൻ ടൈം ആകുമ്പോഴത്തേനും നിങ്ങൾക്കത് റിസീവായി കിട്ടുന്നതാണ്. ഇൻ യുവർ കപ്സ് കണ്ടോ, നിങ്ങളിലേക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷനെല്ലാം നിങ്ങൾ ബാലൻസ്ഡാക്കി നിങ്ങളിലേക്ക് ഒത്തിരി നിങ്ങളൊത്തിരി വളരെയധികം സ്ട്രോങ് ആയൊരു വ്യക്തിയായിട്ട് നിങ്ങളിലേക്ക് അമിതമായ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങളോട്ട് അട്രാക്റ്റ് ആകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ അത്രയ്ക്ക് സക്സസ് ആയൊരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. ഈ കാർഡ് കാണുന്ന ഏത് വ്യക്തിയാണോ അവർ അത്രയ്ക്ക് നല്ല സക്സസ് ആയൊരു വ്യക്തിയാണ്. അവർക്ക് ഈ ഒരു മാസം വളരെയധികം നല്ല ഒരു എനർജിയാണ് കാണുന്നത്. കാരണം അവരെ എന്ത് അട്രാക്റ്റ് ചെയ്താലും അത് അവരിലേക്ക് വന്നു ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. എല്ലാം സൂപ്പർ. നിങ്ങളുടെ ഫാമിലിയായിട്ട് നിങ്ങളൊരു സെലിബ്രേഷനൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുട്ടികളുമായിട്ട് വളരെയധികം ഒരു സെലിബ്രേഷന് പോകാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റായി വരാൻ പോകുന്നു. നിങ്ങളെ അതെല്ലാം അട്രാക്റ്റ് ചെയ്യാനുള്ള നിങ്ങൾക്കതിനുള്ള യോഗ്യതയുണ്ട്. നിങ്ങൾക്ക് വരുന്ന എല്ലാ തരത്തിലുള്ള ഇതും മുൻകൂട്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് മാനിഫെസ്റ്റായിട്ട് വരാൻ പോകുന്നു. കണ്ടോ, ഇതിനകത്ത് ഒത്തിരി ധാന്യങ്ങൾ, പണം, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ കുട്ടികൾ, ഇങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ഇമോഷൻസ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അതെ, നിങ്ങളൊരു ക്യൂനിൻ്റെ എനർജിയിലൂടെ മാറിയിരിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് നിങ്ങളിലേക്ക് ധാരാളം അബണ്ടൻസ് വരാൻ പോകുന്നു. നിങ്ങൾ പ്രോസ്പെരിറ്റി വരാൻ പോകുന്നു. നിങ്ങൾ കാത്തിരിക്കുകയാണോ എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു അനുഗ്രഹത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നല്ല
കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. ഒരു മാരേജ്, വല്ലാതെ ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നു. അതിന് നിങ്ങൾ വളരെയധികം ഒരു സെലിബ്രേഷൻ നടത്താൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ദൈവികമായ ഒരു നല്ല അനുഗ്രഹമുള്ളൊരു മാസമാണ്. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് വരാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സിൽ തന്നെ ആയാലും നിങ്ങളുടെ ബിസിനസ്സിൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടാൻ പോകുന്നു. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നല്ലൊരു ഫ്രണ്ട്സിനെ കിട്ടാൻ പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും അതിലൂടെ കിട്ടാൻ പോകുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെയധികം നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണ്. വളരെയധികം അബണ്ടൻസ്, അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം പ്യുവറായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്തും അട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അത്രയ്ക്ക് നിങ്ങൾ നല്ല സ്പിരിച്വലായിട്ടായാലും നിങ്ങൾ വളരെയധികം ഒരു ഗോഡസിൻ്റെ എനർജി പോലെ നിങ്ങൾ അത്രയ്ക്ക് പ്യുവറായ ഒരു വ്യക്തിയാണ് എന്ന് കാണുന്നത്. പക്ഷേ നിങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നിൽ നിന്ന് നിങ്ങളെ ചതിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. ഒരുപാട് സന്തോഷവും ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നത് കാണുമ്പോൾ പല ആൾക്കാർക്കും പല അസൂയ, കുശുമ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വികാരങ്ങളൊക്കെ വരുമല്ലോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക. ആൾക്കാരെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്നാണ് കാണുന്നത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ നല്ല ഇക്കാര്യം പറഞ്ഞതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്കൊരു നല്ല തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഇതിനകത്ത് കാണുന്നുണ്ട്. അത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം നിങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കാര്യത്തിൽ നല്ലൊരു ഡിസിഷൻ എടുക്കണം. നിങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ നോക്കാനായിട്ട് നോക്കണം. നിങ്ങൾ ഒരു ചതിയിലും പെടാതെ നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെ നോക്കുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു വെളിച്ചം കിട്ടും. എപ്പോഴും നിങ്ങൾ ഈശ്വരനെ വിളിക്കുക. നമുക്ക് ഈ ലോകത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ വരാൻ നമ്മുടെ കാര്യത്തിൽ നല്ലൊരു അനുഗ്രഹങ്ങൾ വരുന്നതിന് നമുക്ക് ഏതൊരു ആപത്തിലും ആ ഒരു ഈശ്വരൻ്റെ കരുതൽ നമുക്ക് എപ്പോഴും ഉണ്ട്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളത്. നമ്മുടെ ഈശ്വരൻ എന്ന് പറയുന്നത് അത് നമ്മളെ കണ്ടെത്തുക, നമ്മളെ കൂടുതൽ സ്നേഹിക്കുക, നമുക്ക് സെൽഫ് ലവ് ചെയ്യുക, നമ്മളെ സെൽഫ് ലവ് ചെയ്യുക. അപ്പം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ വരുന്നത്? അത് കാരണം നമ്മളെ സ്നേഹിക്കുക, നമ്മളോട്ടുകൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആശകൾ, ഇതൊക്കെ നമ്മൾ നടത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഈ ഒരു കാർഡിനകത്ത് കാണുന്നത്. നല്ലൊരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ എല്ലാവരും അത് തുടരുക. നല്ലൊരു മനസ്സോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നല്ല അനുഗ്രഹങ്ങളെന്നെല്ലാം നിങ്ങൾ നല്ല അട്രാക്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. നിങ്ങളിലേക്ക് വരുന്ന വളരെയധികം അനുഗ്രഹങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതുണ്ട്. ആ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് ഇതിനകത്ത് തരുന്നുണ്ട് എന്നാണ് ഈ കാർഡെല്ലാം കാണിക്കുന്നത്. നിങ്ങളൊരു ഫ്ലോയിലങ്ങ് പോകുന്നു. നിങ്ങളെ അറിയാനായിട്ട് ശ്രമിക്കുക. കൂടുതലും നിങ്ങൾ പല കാര്യത്തിലും കുറേ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഒത്തിരി അറിവ് നിങ്ങൾക്കില്ല. ആ അറിവുകൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. പലയിടത്തും നിങ്ങൾക്ക് നല്ല ഒരുപാട് കാര്യങ്ങൾ
ജീവിതത്തിൽ നിങ്ങളറിയാത്ത പല കാര്യങ്ങളുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് കാർഡിനകത്ത് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ പൊതുവെ എല്ലാ ആൾക്കാരുടെയും കൂടെ നിന്ന് നിങ്ങൾ ആ ഒരു വ്യക്തിയാണ് എന്നാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വാൽവ് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളതിലും ബെറ്ററായൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം അവരെക്കാളും യോഗ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ചില മോശപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പിന്മാറുക എന്നുള്ളൊരു വാണിയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ നിങ്ങളിലേക്ക് ഒരുപാട് സക്സസ്സുകൾ വരുന്നുണ്ട് എന്നാണ് ഇതിനകത്ത്. പൊതുവെ എല്ലാ കാർഡിനകത്തും നിങ്ങൾക്ക് സക്സസ് വരുന്നതെന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എപ്പോഴും ഈശ്വരനെ പ്രാർത്ഥിക്കുക, കൂടുതൽ വിശ്വസിക്കുക. ആപത്തുകൾ നമ്മളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളുടെ കുട്ടികളെ സംരക്ഷിക്കുക, അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഇപ്പം നടക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത് അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നല്ല നല്ല അറിവുകൾ എവിടുന്ന് കിട്ടുന്നോ ആ അറിവുകൾ നമ്മളുടെ കുട്ടികൾക്കായാലും എല്ലാവർക്കും പകർന്നു കൊടുക്കുക. കാരണം അതിലൂടെ നല്ലൊരു വ്യക്തിയാകാനായിട്ട് അവർക്ക് കഴിയും. കുട്ടികൾക്കായാലും നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാർക്കായാലും മോശമായി നടക്കുന്ന അവർക്കും നമുക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴത്തേനും അവരും അത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും നന്നാവുന്നതാണ്. കേൾക്കാത്ത പക്ഷം വെറുതെ വിട്ടേക്കുക അവരെ. അടുത്ത ഗോഡ്സ് മെസ്സേജാണ്. ലക്ഷ്മി ദേവിയാണ്. ബ്രൈറ്റ് ഫ്യൂച്ചർ എന്നാണ്. സ്റ്റോപ്പ് വെറി എവറിത്തിങ് ഹീസ് ഗോയിങ് ടു ഫൺ. അപ്പം നിങ്ങൾക്ക് ലക്ഷ്മി ദേവി പറഞ്ഞ ഒരു തരത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണോ? വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.